ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിവിധ മത്സരാർത്ഥികൾ നെറ്റ്വർക്ക് ചാനലിൻ്റെ സ്റ്റുഡിയോയിലെത്തിക്കൊണ്ട് അവരുടെ അഭിമുഖം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികളാണ് നമുക്ക് ഒപ്പം ചേരുന്നത്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. മോളുടെ പേരെന്താ? മിത ഫാത്തിമ. മോളുടെ പേര്? ആദ്യം മോളിലേക്ക് വരാം. മോൾക്ക് ഏത് ഇനത്തിലാണ് സമ്മാനം നേടിയിട്ടുള്ളത്? ഹിന്ദി ഉപന്യാസത്തിൽ അല്ലേ? ആദ്യമായിട്ടാണോ ഉപന്യാസത്തിൽ സമ്മാനം നേടുന്നത്? ജില്ലാതലത്തിൽ. ഇപ്രാവശ്യം സംസ്ഥാനത്ത് പോകാനുള്ള ഒരു എൻട്രി കിട്ടി അല്ലേ? വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി, അതിന് കലോത്സവങ്ങളിൽ മാത്രമല്ല ശാസ്ത്രമേളയിലൊക്കെ സംസ്ഥാന തലത്തിലൊക്കെ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഒരു സ്കൂളാണ് അല്ലേ? അപ്പോൾ അവരുടെ അഭിമാനത്തോടൊപ്പം നമ്മൾ ചേരുകയാണ്. അപ്പോൾ മോള് മത്സരത്തിൽ സമ്മാനം നേടിയതിനും കുറച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കും. टॉपिक എനിക്ക് കിട്ടിയ ടോപ്പിക് മാനസിക സ്വാസ്ഥ്യ ഏക അന്തേക്ക് സമസ്യ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പം ബേസിക്കലി ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കാലത്ത് മാനസികാരോഗ്യം എത്രമാത്രം അവഗണിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതിൻ്റെ കോസും എഫക്റ്റും അതിൻ്റെ റീസൺസും അതിൽ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എസ്സേ തയ്യാറാക്കിയത്. അപ്പം ആദ്യം തന്നെ ഹെൽത്തിനെ കുറിച്ചും എത്രമാത്രമാണ് ഈ കാലത്ത് മാനസികാരോഗ്യം മാത്രമല്ല നമ്മളുടെ സാധാ ആരോഗ്യം തന്നെ നമ്മൾ എത്രമാത്രം അവഗണിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതിനെല്ലാം ബേസാക്കിയിട്ട് ഞാൻ എസ്സേ തയ്യാറാക്കി. ആരാണ് ഇതിന് പ്രോത്സാഹനം നൽകുന്നത്? പ്രോത്സാഹനം എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ്. അവർ പിന്നെ എൻ്റെ പാരൻസും എല്ലാവരും. പാരൻസിൻ്റെ പേരെന്ന് പറയാം? എൻ്റെ ഉപ്പാൻ്റെ പേര് മുഹമ്മദ് മുനീർ, എൻ്റെ ഉമ്മാൻ്റെ പേര് ആമിന ബീബി. ഏതായാലും സന്തോഷമാണ്. സംസ്ഥാനത്ത് പോയിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ അഭിമാനമായിട്ട് 1ാം സ്ഥാനവും എ ഗ്രേഡുമായിട്ട് വരണം. അടുത്താക്കി കൊടുക്കാം നമുക്ക്. മോളെ ഏത് ഇനത്തിലാണ് സമ്മാനം നേടിയിട്ടുള്ളത്? അറബിക് പ്രസംഗത്തിലാണ് അല്ലേ? നല്ല പ്രസംഗിയാണ് അല്ലേ? ആരാണ് ഈ പ്രസംഗം പരിശീലിപ്പിച്ചത്? എന്തായിരുന്നു നമ്മുടെ പ്രസംഗത്തിന്റെ ടോപ്പിക്? അഥവാ രാജ്യ സേവനവും വിദ്യാർത്ഥികളും. എന്തായാലും നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ സമ്മാനം നേടിയ ആ പ്രസംഗത്തിലെ കുറച്ച് ഭാഗം നമുക്കൊന്ന് അവതരിപ്പിക്കാം. മലയാളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഞാനിതിൽ എഴുതിയിരുന്നതെന്ന് വെച്ചാൽ അത് പ്രസംഗമായിട്ട് തന്നെ അവതരിപ്പിക്കാം. മോള് കിട്ടിയ സമ്മാനം ഉണ്ടല്ലോ, സമ്മാനം കിട്ടിയ ഐറ്റം തന്നെ നമുക്ക് കുറച്ച് ഭാഗം അവതരിപ്പിക്കാം. പറഞ്ഞത് അറബി തന്നെ പറയാം. أيها الحضار الكرام وأصدقائي الأعزة، في هذه الحفلة المزدان أنا مسرور جدا على حصول هذه الفرصة الذهبية لإلقاء خطبة حول خدمات الدارسين للوطن. هذا الموضوع موضوع مهم في العصر الحديث. الدارسين هم رقيقة في المجتمع، والمجتمع طلابهم أهم عناصر في المجتمع، والمجتمع الناجح هو المجتمع الذي يعترف بطلابهم ويرعاهم. എന്തായാലും സന്തോഷമുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? അവരുടെ പേരെന്ന് പറയോ? ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ? വീട്ടിൽ ആരെങ്കിലും സഹോദരന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും ഇങ്ങനെ കലോത്സവ വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? പണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പഠനം കഴിഞ്ഞു. അതുപോലെ തന്നെ അനിയത്തി ചെയ്യുന്നു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. 2 പേരും നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.